റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള നയതന്ത്ര നീക്കങ്ങൾ പുതിയ തലത്തിൽ എത്തി നിൽക്കുമ്പോൾ പാശ്ചാത്യ സഖ്യത്തിനുള്ളിലെ വിള്ളലുകൾ മറനീക്കി പുറത്തുവരുന്നതായി റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അമേരിക്ക നേരിട്ട് ഉക്രൈൻ സർക്കാരിന് സമർപ്പിച്ച സമാധാന പദ്ധതിയുടെ കരട് യൂറോപ്യൻ യൂണിയനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള അമേരിക്കയുടെ ഏകപക്ഷീയമായ നിലപാട് വ്യക്തമാക്കുന്നതായി മുൻ EU വിദേശനയ മേധാവി ജോസഫ് ബോറൽ തുറന്നടിച്ചു. ഇതോടെ അമേരിക്കയെ ഇനി ഒരു സഖ്യകക്ഷിയായി യൂറോപ്യൻ യൂണിയന് കണക്കാക്കാനാവില്ലെന്ന് ബോറൽ പ്രഖ്യാപിച്ചു. സ്വന്തം സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ പോലും യൂറോപ്പിനെ വിശ്വാസത്തിലെടുക്കാതെ ട്രംപിന്റെ അമേരിക്ക മുന്നോട്ടു പോകുന്നത് EUവിന്റെ അനുനയിപ്പിക്കൽ തന്ത്രം പരാജയപ്പെട്ടതിന്റെ തെളിവാണെന്നും അദ്ദേഹം വിമർശിച്ചു. എക്സ്പോസ്റ്റിലൂടെയാണ് ജോസഫ് ബോറൽ അമേരിക്കയുടെ നിലപാടിനെ നിശിതമായി വിമർശിച്ചത്. സൈനിക ചെലവ്, താരിഫുകൾ, ഊർജ്ജ വിതരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ അമേരിക്കയ്ക്ക് യൂറോപ്യൻ യൂണിയൻ നൽകിയ ഇളവുകളൊന്നും നേടിയിട്ടില്ല എന്നും ബോറൽ വാദിച്ചു. സ്വന്തം സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ കൂടിയാലോചിക്കുക പോലും ചെയ്യാത്ത യൂറോപ്പിന്റെ സഖ്യകക്ഷിയായി ട്രംപിന്റെ അമേരിക്കയെ കണക്കാക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അമേരിക്കൻ നയത്തിലെ ഈ മാറ്റം അംഗീകരിക്കാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും യൂറോപ്പ് തയ്യാറാകണമെന്നും ബോറൽ കൂട്ടിച്ചേർത്തു. അമേരിക്ക യുക്രൈൻ സർക്കാരിന് സമാധാന നിർദ്ദേശം സമർപ്പിച്ചിരുന്നു. നവംബർ 27 വരെ മറുപടി നൽകാനാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കൻ പദ്ധതിയിൽ യുക്രൈന് സ്വീകാര്യമല്ലാത്തതും റഷ്യക്ക് അനുകൂലവുമായ നിരവധി നിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്നു. നാറ്റോയിൽ നിന്ന് വിട്ടുനിൽക്കണം, യുക്രൈൻ നാറ്റോയിൽ ചേരുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണം, യുക്രൈൻ സൈന്യത്തിന്റെ വലുപ്പം 6 ലക്ഷമായി പരിമിതപ്പെടുത്തണം, റഷ്യക്ക് ഉപരോധങ്ങളിൽ ഇളവ് നൽകാനും പദ്ധതി ആവശ്യപ്പെടുന്നു. ഈ നിബന്ധനകൾ യുക്രൈന്റെ ചുവപ്പ് വരകളെ ലംഘിക്കുന്നതാണെങ്കിലും യുക്രൈൻ ഉദ്യോഗസ്ഥർ തത്വത്തിൽ അമേരിക്കൻ നിർദ്ദേശത്തോട് യോജിച്ചുവെന്നും സാങ്കേതിക കാര്യങ്ങൾ മാത്രമേ പരിഹരിക്കാൻ ബാക്കിയുള്ളൂവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കൻ പദ്ധതിയിൽ കണ്ണടച്ചുകൊണ്ട് അത് അടിസ്ഥാനപരമായി മാറ്റിയെഴുതാൻ ശ്രമിച്ചു. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നിവർ തയ്യാറാക്കിയ ഒരു ബദൽ നിർദ്ദേശത്തിന്റെ വിശദാംശങ്ങൾ പിന്നീട് പുറത്തുവന്നു. ഈ യൂറോപ്യൻ പദ്ധതി പോരാട്ടം സമ്പർക്കരേഖയിൽ നിർത്തലാക്കാൻ ആവശ്യപ്പെടുന്നു. പ്രാദേശിക ചർച്ചകൾ പിന്നീടുള്ള ഘട്ടത്തിലേക്ക് മാറ്റുന്നു. യുക്രൈന് നാറ്റോ ശൈലിയിലുള്ള അമേരിക്കൻ സുരക്ഷാ ഗ്യാരണ്ടി നൽകുന്നു. ഈ യൂറോപ്യൻ പതിപ്പ് യുദ്ധം താൽക്കാലികമായി മരവിപ്പിക്കാനും യുക്രൈനെ വീണ്ടും സൈനികവൽക്കരിക്കാനും പടിഞ്ഞാറിന് സമയം നൽകാനുമുള്ള തന്ത്രമാണെന്ന് റഷ്യ വിലയിരുത്തുന്നു. റിപ്പോർട്ട് ചെയ്യപ്പെട്ട അമേരിക്കൻ കരടിനെ ഒരു കരാറിനുള്ള അടിസ്ഥാനമായി റഷ്യ വിശേഷിപ്പിച്ചപ്പോൾ യൂറോപ്യൻ പതിപ്പ് പൂർണ്ണമായും നിർമ്മാണാത്മകമല്ല എന്ന് തള്ളിക്കളഞ്ഞു. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് സാധ്യമായ സമാധാന കരാറിന്റെ നിർദ്ദിഷ്ട പദപ്രയോഗങ്ങൾ ചർച്ച ചെയ്യാൻ റഷ്യ തയ്യാറാണെന്ന് അറിയിച്ചു. എങ്കിലും ഓഗസ്റ്റിൽ അലാസ്കയിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ട്രംപിനോട് പറഞ്ഞ ഒരു പ്രധാന ലക്ഷ്യത്തിലും റഷ്യ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇത് റഷ്യയുടെ സുരക്ഷാ താൽപര്യങ്ങളും പ്രാദേശികപരമായ ആവശ്യങ്ങളും ചർച്ചാ വിഷയമല്ല, പകരം ചർച്ച ആരംഭിക്കുന്നതിനുള്ള നിബന്ധനകളാണ് എന്ന റഷ്യൻ നിലപാട് ഉറപ്പിക്കുന്നു. ട്രംപിന്റെ നേരിട്ടുള്ള പാശ്ചാത്യ സഖ്യത്തിൽ ഭിന്നതയുണ്ടാക്കിയെങ്കിലും റഷ്യയെ സംബന്ധിച്ചിടത്തോളം യുദ്ധക്കളത്തിലെ നേട്ടങ്ങൾ തന്നെയാണ് നിർണായകം. അമേരിക്കൻ പദ്ധതിയെ തത്വത്തിൽ അംഗീകരിക്കുകയും എന്നാൽ യൂറോപ്യൻ സഖ്യകക്ഷികളുടെ അട്ടിമറി ശ്രമങ്ങളെ തള്ളിക്കളയുകയും ചെയ്ത റഷ്യൻ നിലപാട് വ്യക്തമാണ്. യൂറോപ്യൻ യൂണിയൻ നേതാക്കൾക്ക് തങ്ങളുടെ ധാർമ്മികമായ സമ്പൂർണ്ണ വിജയം എന്ന ലക്ഷ്യം ഉപേക്ഷിച്ച് റഷ്യയുടെ സുരക്ഷാപരമായ ആവശ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു യാഥാർത്ഥ്യബോധമുള്ള പരിഹാരത്തിന് തയ്യാറായാൽ മാത്രമേ ഈ സംഘർഷത്തിന് അറുതി വരുത്താൻ സാധിക്കൂ. അല്ലാത്തപക്ഷം ഈ നയതന്ത്ര നീക്കങ്ങളെല്ലാം റഷ്യയുടെ സൈനിക മുന്നേറ്റത്തിന് വെറും സമയം നൽകാൻ മാത്രമേ ഉപകരിക്കൂ എന്നുമാണ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.